Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർ കീവേഡ് എന്താണ്, അത് ജാവയിൽ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് കാണിക്കുന്നതിന് മുമ്പ് സൂപ്പർ കീവേഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സൂപ്പർ കീവേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരന്റ് ക്ലാസ് ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യുന്ന ഒരു കീവേഡാണ് സൂപ്പർ കീവേഡ്. സൂപ്പർ കീവേഡ് നമുക്ക് 3 രീതിയിൽ യൂസ് ചെയ്യാം. അതിൻ്റെ യൂസേജ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് അവിടെ എഴുതിയിട്ടുണ്ടോ. സൂപ്പർ ക്യാൻ ബി യൂസ്ഡ് ടു റെഫർ ഇമ്മീഡിയറ്റ് പാരന്റ് ക്ലാസ് ഇൻസ്റ്റൻസ് വേരിയബിൾ. ഒരു പാരന്റ് ക്ലാസ്സിലെ ഒരു വേരിയബിളിനെ റെഫർ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. പാരന്റ് ക്ലാസ്സിലെ തന്നെ ഒരു മെത്തേഡിനെ റെഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. പാരന്റ് ക്ലാസ്സിലെ ഒരു കൺസ്ട്രക്ടറിനെ റെഫർ ചെയ്യാനും യൂസ് ചെയ്യാം. 3 കേസ് ഉണ്ട് സൂപ്പർ യൂസ് ചെയ്യുന്ന. ഒരു പാരന്റ് ക്ലാസ്സിലെ നമുക്ക് വേരിയബിളിനെ റെഫർ ചെയ്യാം, മെത്തേഡിനെ റെഫർ ചെയ്യാം, കൺസ്ട്രക്ടറിനെ റെഫർ ചെയ്യാം. അപ്പോൾ ഈ 3 കേസും ഞാൻ എക്സാമ്പിൾ വെച്ച് കാണിക്കാം. ആദ്യം പാരന്റ് ക്ലാസ്സിലെ ഇൻസ്റ്റൻസ് വേരിയബിളിനെ എങ്ങനെയാണ് റെഫർ ചെയ്യുന്നതെന്ന് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. സൂപ്പർ എക്സാമ്പിൾ എന്ന് കൊടുക്കാം. അതിനകത്ത് ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. സൂപ്പർ ഈസ് സിമ്പിൾ എന്ന് കൊടുക്കാം. ഇവിടെ വോയിഡ് മെയിൻ ടിക്ക് ചെയ്ത് കൊടുക്കാം. സൂപ്പർ ഈസ് സിമ്പിൾ എന്ന് പറഞ്ഞൊരു മെയിൻ ക്ലാസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ അങ്ങനെ തന്നെ ഇട്ടേക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ താഴെ വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് വെഹിക്കിൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി അതിനൊരു വേരിയബിൾ നമുക്ക് കൊടുക്കാം. മാക്സിമം സ്പീഡ് ഈക്വൽസ് 120. ഒരു വേരിയബിൾ. നമ്മൾ സൂപ്പർ കീവേഡ് വെച്ചൊരു വേരിയബിളിനെ, പാരന്റ് ക്ലാസ് വേരിയബിളിനെ എങ്ങനെയാണ് റെഫർ ചെയ്യുന്നതെന്നല്ല കാണിക്കുന്നത്. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒരു വേരിയബിൾ മാത്രമേ കൊടുത്തുള്ളൂ. ഇനിയിപ്പം ഞാനിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് സിംഗിൾ ഇൻഹെറിറ്റൻസ് ആണ്. ഒരു ചൈൽഡ് ക്ലാസ്സും ഒരു പാരന്റ് ക്ലാസ്സും. അപ്പോൾ പാരന്റ് ക്ലാസ് ആണ് നമ്മുടെ വെഹിക്കിൾ. ഈ ചൈൽഡ് ക്ലാസ് എഴുതാൻ പോവാണ്. ക്ലാസ് കാർ എങ്ങനെയാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്? എക്സ്റ്റൻസ് കീവേഡ് യൂസ് ചെയ്തല്ലേ, എക്സ്റ്റൻസ് വെഹിക്കിൾ. ഇനി ഇതിനകത്തും ഞാൻ ഈ സെയിം വേരിയബിൾ തന്നെ കൊടുക്കാൻ പോവാണ്. ഇൻറ്റ് മാക്സ് സ്പീഡ് ഈക്വൽസ് 200 എന്ന് കൊടുത്തു. അതേ വേരിയബിൾ തന്നെ ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് ഈ വേരിയബിളിനെ നമ്മൾ എങ്ങനെയാണ് മെയിൻ ഫംഗ്ഷനിൽ നിന്ന് ആക്സസ് ചെയ്യുക? ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലേ. അപ്പം ഞാൻ ഈ കാർ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. കാർ സി ഈക്വൽസ് ന്യൂ കാർ കൊടുത്തു. ഇനി സി ഡോട്ട് മാക്സിമം സ്പീഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഈ മാക്സിമം സ്പീഡ് എത്ര ആണെന്ന്. ഇനി നമ്മൾ മാക്സിമം സ്പീഡ് കിട്ടാൻ എന്താ ചെയ്യുക? ഇവിടെ നമുക്കൊരു സിസ് ഔട്ട് കൊടുക്കാം. സിസ് ഔട്ട് സി ഡോട്ട് മാക്സ് സ്പീഡ് ഇങ്ങനെ കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് റൺ ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ മാക്സ് സ്പീഡിനല്ലേ വിളിച്ചത്. ഇത് ഏത് മാക്സ് സ്പീഡായിരിക്കും ഔട്ട്പുട്ട് ചെയ്യുക? ഈ കാറിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അവിടെ ഒരു മാക്സ് സ്പീഡും ഉണ്ട്. വെഹിക്കിളിനകത്തും അതേ വേരിയബിൾ, അതേ പേരിൽ തന്നെ ഒരു വേരിയബിൾ ഉണ്ട്. അപ്പോൾ ഇത് ഏതിനായിരിക്കും ഔട്ട്പുട്ട് ചെയ്യുക? അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2 ക്ലാസ്സിൽ ഒരേ വേരിയബിൾ ഒരേ മെത്തേഡൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ആ കമ്പൈലർ പ്രയോറിറ്റൈസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുകയാണ്. നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരേ വേരിയബിൾ അല്ലെങ്കിൽ ഒരേ മെത്തേഡ് 2 ക്ലാസ്സിലുണ്ടെങ്കിൽ അത് അതിന് ഓട്ടോമാറ്റിക്കായിട്ടൊരു കൺഫ്യൂഷൻ വരും ഏതിനെ വിളിക്കണം എന്നുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യും? അത് പ്രയോറിറ്റി കൊടുക്കുന്ന ഏതിനാണ്, ഏതിൻ്റെ ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് നോക്കും. മനസ്സിലായോ? ഒബ്ജക്റ്റ് ഏതാണ്? കാറിൻ്റെയാണ് ക്രിയേറ്റ് ചെയ്തത്. അതിനകത്ത് അങ്ങനെ ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ ആദ്യം അതിനായിരിക്കും പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ അതായത് റൺ ചെയ്യുമ്പോൾ 200 എന്ന് വന്നു. 200 ഏതാണ്? കാറിലെ അല്ലേ. മനസ്സിലായോ? ഇനി അത് റൺ ചെയ്യുമ്പോൾ ഇവിടെ വന്ന് ആദ്യം നോക്കുക, ആദ്യം പ്രയോറിറ്റി ഇതിനാണ് കൊടുക്കുന്നതെന്നല്ലേ പറഞ്ഞത്. അവിടെ അങ്ങനെ ഒരെണ്ണമുണ്ടേ റൺ ചെയ്യും. ഇനി ഇതിപ്പം നമുക്ക് കമൻറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് റൺ ചെയ്യും. അപ്പോൾ അതാ കണ്ടോ, 200 അല്ല 120 ആണ് വന്നത്. ആദ്യം ഇവിടെ ഒന്ന് നോക്കും. അത് കണ്ടില്ലെന്നുണ്ടെങ്കിൽ അത് വേറൊരു ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വന്ന് ഇത് റൺ ചെയ്യും. ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു കീവേഡ് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ അതൊന്നും റൺ ചെയ്യില്ല. അവിടെ അതാ ഒരു എറർ കാണിക്കും. ഞാനിതിപ്പോൾ കമൻറ്റ് ചെയ്തല്ലോ, കമൻറ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ എറർ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് പഴയതുപോലെ തന്നെ കൊടുക്കാം. ഇനി നമ്മൾ ഇതല്ല പറയുന്നത് സൂപ്പർ കീവേഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് സൂപ്പർ കീവേഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ കമൻറ്റ് മാറ്റാം. ഇതിനകത്തൊരു മെത്തേഡ് എഴുതുകയാണ്. പബ്ലിക് void ഡിസ്പ്ലേ എന്നൊരു മെത്തേഡ് എഴുതുകയാണ്. എന്നിട്ട് അതിനകത്ത് ജസ്റ്റ് സിസ് ഔട്ട് ചെയ്യാണ്. സിസ് ഔട്ട് എങ്ങനെയാണ് വേരിയബിളിനെ ആക്സസ് ചെയ്യുന്നത്? മാക്സ് സ്പീഡ് എന്ന് കൊടുത്താൽ മതി അല്ലേ. മാക്സ് സ്പീഡ്.
ഇനി ഇവിടെ ഈ വേരിയബിളിനെ ഇങ്ങനെ വിളിക്കുന്നതിന് പകരം സി ഡോട്ട് ഡിസ്പ്ലേ എന്ന് വിളിച്ചാൽ പോരെ. അപ്പോൾ വേരിയബിളിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു ഒരേ വേരിയബിൾ രണ്ട് ക്ലാസ്സിലും ഉണ്ടെങ്കിൽ ഏതിൻ്റെ ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്തത് അതിനാണ് പ്രയോറിറ്റി കൊടുക്കുക. ഫംഗ്ഷൻ്റെ കേസിലും അങ്ങനെ തന്നെ. ഇപ്പോൾ രണ്ട് ഫംഗ്ഷൻ ഇപ്പോൾ ഈ ഇവിടെയും ആ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് ഏതിൻ്റെ ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്തത് അതിനായിരിക്കും പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ റൺ ചെയ്യുമ്പോൾ 200 ഔട്ട്പുട്ട് വന്നു. കാരണം എന്താണ്, കാറിൻ്റെ ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്തത്. അതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി സൂപ്പർ കീവേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പാരൻറ്റ് ക്ലാസ്സിൻ്റെ ഇപ്പോൾ പാരൻറ്റ് ക്ലാസ്സിലോട്ട് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് പാരൻറ്റ് ക്ലാസ്സിൻ്റെ ഈ വെഹിക്കിളിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഡോട്ട് മാക്സ് സ്പീഡ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ എങ്ങനെ ഈ പാരൻറ്റ് ക്ലാസ്സിലെ ഒരു വേരിയബിളിനെ ആക്സസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് സൂപ്പർ കീവേഡ്. അപ്പോൾ ഇവിടെ നമ്മൾ അതുകൊണ്ട് സൂപ്പർ ഡോട്ട് മാക്സ് സ്പീഡ് എന്ന് വിളിച്ചാൽ മതി. മനസ്സിലായോ? അതിനാണ് സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുന്നത്. സൂപ്പർ കീവേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻറ്റ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ അതിനെ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ ചൈൽഡ് ക്ലാസ്സിൽ നിന്നാണ് അതിനെ വിളിക്കേണ്ടത്. കേട്ടല്ലോ? മെയിൻ ഫംഗ്ഷനിൽ നിന്ന് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ സിസ് ഔട്ട് കൊടുത്തിട്ട് സൂപ്പർ ഡോട്ട് മാക്സ് സ്പീഡ് എന്ന് വിളിച്ചാൽ പോരെയെന്ന്. സൂപ്പർ ഡോട്ട് എന്ന് കൊടുക്കുമ്പോൾ അവിടെ ഒന്നും കാണിക്കത്തില്ല. കാരണം എന്താണ്, ആക്സസ് ഇല്ല, അവിടെ എറർ കാണിക്കും. ചൈൽഡ് ക്ലാസ്സിൽ നിന്നാണ് നമുക്ക് വിളിക്കാൻ പറ്റുക. അപ്പോൾ ഇവിടെ മെയിൻ ഫംഗ്ഷനിൽ ഒരിക്കലും എഴുതരുത്. ചൈൽഡ് ക്ലാസ്സിൽ വന്നിട്ട് സൂപ്പർ ഡോട്ട് ആ വേരിയബിൾ നെയിം. മനസ്സിലായല്ലോ? ഇനി ഇത് നമുക്ക് റൺ ചെയ്യാം. ഇപ്പോൾ ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് 120 കിട്ടുമോ എന്ന് നോക്കാം. ഇതാ 120 കിട്ടി. ഇനി നമുക്ക് ഈ 200 കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ തന്നെ സിസ് ഔട്ട് മാക്സിമം സ്പീഡ് എന്ന് കൊടുത്താൽ മതി. ഇത് റൺ ചെയ്യുമ്പോൾ ആദ്യം 120 വരും, പിന്നെ 200 വരും. അപ്പോൾ ഒരു പാരൻറ്റ് ക്ലാസ്സിൽ ഒരു വേരിയബിളിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൈൽഡ് ക്ലാസ്സിൽ വന്നിട്ട് സൂപ്പർ ഡോട്ട് ആ വേരിയബിൾ നെയിം കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് കേസ്. ഇനി രണ്ടാമത്തെ കേസ് പറയാം. സൂപ്പർ കീവേഡ് വെച്ചിട്ട് പാരൻറ്റ് ക്ലാസ് മെത്തേഡിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇത് കളയാം, ഡിസ്പ്ലേ കളയാം. നമ്മൾ ക്ലാസ്സിനകത്തൊരു മെത്തേഡ് നമ്മൾ വെഹിക്കിളിനകത്തൊരു മെത്തേഡ് എഴുതാണ്. പബ്ലിക് വോയിഡ് ഡിസ്പ്ലേ എന്ന് കൊടുത്തു. ഇനി ഇതിനകത്ത് ജസ്റ്റ് സിസ് ഔട്ട് ചെയ്യാണ്. നമുക്കിവിടെ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാം. ഇൻ വെഹിക്കിൾ മെത്തേഡ് എന്ന് കൊടുക്കാം. ഓക്കെ. ഇനി ഇവിടെ പബ്ലിക് വോയിഡ് ഡിസ്പ്ലേ ഇൻ കാർ മെത്തേഡ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തത്. ഓക്കെ. ഈ ഡിസ്പ്ലേ ഫംഗ്ഷനെ നമുക്ക് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ കാറിൻ്റെ ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഇതാ സി ഡോട്ട് ഡിസ്പ്ലേ എന്ന് വിളിച്ചാൽ മതി. അപ്പോൾ മെത്തേഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ക്ലാസ്സിൽ ഒരേ മെത്തേഡ് ഒരേ പേരിൽ ഒരേ മെത്തേഡ് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്പൈലറിന് കൺഫ്യൂഷൻ ആവും ഏതിനെ വിളിക്കണം എന്നുള്ളത്. അപ്പോൾ അത് ഏതിൻ്റെയാണോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തത് അതിനായിരിക്കും ആദ്യം പ്രയോറിറ്റി കൊടുക്കുക. അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ, അവിടെ അങ്ങനെ ഒരു മെത്തേഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. അവിടെ ആ മെത്തേഡ് ഉണ്ടെങ്കിൽ അത് പ്രിന്റ് ചെയ്യിക്കും. അതായത് ഇത് റൺ ചെയ്ത് നോക്കാം. ഇൻ കാർ മെത്തേഡ് കണ്ടോ, കാറിനെയാണ് വിളിച്ചത്. ഇനി ഇതിപ്പോൾ ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വെഹിക്കിളിനകത്ത് ഡിസ്പ്ലേ മെത്തേഡിനെ വിളിച്ചു. ഇതാ കണ്ടോ, ഇൻ വെഹിക്കിൾ മെത്തേഡ്. മനസ്സിലായല്ലോ? ഇനി എങ്ങനെയാണ് ഇവിടെ സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇതിനെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്, ഈ പാരൻറ്റ് ക്ലാസ്സിലെ ഡിസ്പ്ലേ ഫംഗ്ഷനെ വിളിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൂപ്പർ ഡോട്ട് ഡിസ്പ്ലേ എന്ന് വിളിച്ചാൽ മതി. ഇങ്ങനെയാണ് സൂപ്പർ കീവേഡ് യൂസ് ചെയ്ത് ഒരു മെത്തേഡിനെ വിളിക്കുന്നത്. എപ്പോഴും ഓർക്കുക, ചൈൽഡ് ക്ലാസ്സിൽ നിന്നുകൊണ്ടേ വിളിക്കാൻ പറ്റത്തുള്ളൂ. ഈ മെയിൻ ക്ലാസ്സിൽ വന്ന് വിളിച്ചാൽ അവിടെ എറർ കാണിക്കത്തേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഇപ്പോൾ ഇവിടെ വന്നിട്ട് സൂപ്പർ ഡോട്ട് ഡിസ്പ്ലേ എന്ന് വിളിക്കുമ്പോൾ ഇതാ ഇൻ വെഹിക്കിൾ മെത്തേഡ് എന്ന് വന്നു. കണ്ടല്ലോ, ഇൻ വെഹിക്കിൾ മെത്തേഡ് പാരൻറ്റ് ക്ലാസ് മെത്തേഡ് വന്നു. ഇങ്ങനെയാണ് സൂപ്പർ കീവേഡ് യൂസ് ചെയ്ത് മെത്തേഡിനെ ആക്സസ് ചെയ്യുന്നത്, മെത്തേഡിനെ റെഫർ ചെയ്യുന്നത്. അപ്പം നമ്മൾ രണ്ട് കേസ് പറഞ്ഞു. സൂപ്പർ ക്ലാസ്സിനെ യൂസ് ചെയ്ത് ഇൻസ്റ്റൻസ് വേരിയബിളിനെ എങ്ങനെയാണ് റെഫർ ചെയ്യുന്നതെന്നും പറഞ്ഞു, ഒരു മെത്തേഡിനെ എങ്ങനെയാണ് റെഫർ ചെയ്യുന്നതെന്നും പറഞ്ഞു. ഇനി ഒരു കൺസ്ട്രക്ടറിനെ എങ്ങനെയാണ് റെഫർ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ രണ്ട് മെത്തേഡ് കളയാം. അപ്പം മെത്തേഡിൻ്റെ കേസ് കഴിഞ്ഞല്ലോ, കളയാം. ഇനി നമുക്ക് കൺസ്ട്രക്ടർ നോക്കാം. അപ്പം നമ്മളെങ്ങനെയാണ് കൺസ്ട്രക്ടർ എഴുതുക? ഒരു ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അതേ നെയിം ആയിരിക്കും എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ വെഹിക്കിളിൻ്റെ കൺസ്ട്രക്ടർ എഴുതുമ്പോൾ നമ്മൾ വെഹിക്കിൾ എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റ് കൊടുക്കുക അല്ലേ. എന്നിട്ട് ഇവിടെ ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും സിസ് ഔട്ട് ചെയ്യാം. ഇൻ വെഹിക്കിൾ
കൺസ്ട്രക്ടർ എന്ന് കൊടുക്കാം. ഇപ്പം നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, വോയിഡ് മെയിൻ വിളിച്ചിട്ടേ ഉള്ളൂ. ഒരു കാറിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി അല്ലേ. ഇനി കാറിന് നമുക്കൊരു കൺസ്ട്രക്ടർ എഴുതി കൊടുക്കാം. കാർ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് സിമ്പിൾ വേറെ ഒരു മെത്തേഡ് പോലെ തന്നെയാണ്, മനസ്സിലായല്ലോ. സിസ് ഔട്ട് ഇൻ കാർ കൺസ്ട്രക്ടർ. ഓക്കെ, ഇതിപ്പം നമ്മളിവിടെ ജസ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം ഇതിങ്ങനെ ജസ്റ്റ് റൺ ചെയ്യുമ്പോൾ എന്ത് വരും നോക്കാം. ദാ ഈ രണ്ട് കൺസ്ട്രക്ടറും കോളായി. ഇൻ വെഹിക്കിൾ കൺസ്ട്രക്ടർ, ഇൻ കാർ കൺസ്ട്രക്ടർ. അതെന്താണ്? ഇതിനകത്ത് നമ്മൾ സൂപ്പർ കീവേഡ് ഒന്നും കൊടുക്കേണ്ടി വന്നില്ല, അല്ലാതെ തന്നെ ആദ്യത്തെ പാരന്റ് ക്ലാസ്സിലെ കൺസ്ട്രക്ടറും കോളായി, ചൈൽഡ് ക്ലാസ്സിലെ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. അപ്പോൾ ഈ കേസിൽ നമ്മൾ സൂപ്പർ കീവേഡ് ഇല്ലെങ്കിലും ഇത് വർക്ക് ചെയ്യും. പക്ഷേ നമ്മൾ ജസ്റ്റ് ഇവിടെ ഇപ്പോൾ സൂപ്പർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യും. ഇപ്പം നമുക്ക് ഇതൊന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ദാ സൂപ്പർ കീവേഡ് കൊടുത്താലും ഇല്ലെങ്കിലും അതിന് സെയിം എഫക്റ്റാണ്. കൺസ്ട്രക്ടറിൻ്റെ കേസിൽ മാത്രമാണ് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെഹിക്കിളിൻ്റെ വേറെ എന്തെങ്കിലും ഒരു കൺസ്ട്രക്ടർ കൂടെ കൊടുക്കാം. അപ്പോൾ കൊടുക്കുകയാണ് ഇൻറ്റ് മാക്സ് സ്പീഡ്, കൊടുക്കുകയാണ് ഓഫ് സ്പീഡ്. ജസ്റ്റ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് വേറൊരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ കൊടുത്തത്. നമ്മളൊന്നും പാസ് ചെയ്യുന്നില്ലെങ്കിൽ അതൊരു ഡീഫോൾട്ട് കൺസ്ട്രക്ടറാണ്. ഓക്കെ, നമുക്ക് ഇത് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഇതാ റൺ ചെയ്യുമ്പോഴും ഇതാദ്യം എന്താണ്, വെഹിക്കിൾ കൺസ്ട്രക്ടറിനെ വിളിക്കും, പിന്നെ ഈ കാർ കൺസ്ട്രക്ടറിനെ വിളിക്കും. മനസ്സിലായോ? പക്ഷേ വെഹിക്കിളിനകത്തൊരു പാരാമീറ്റർ ഉള്ളൊരു കൺസ്ട്രക്ടറില്ലേ, അതിനെ വിളിക്കുന്നില്ല. കാരണം എന്താണ്, ഇതിപ്പോൾ കാറിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിപ്പോൾ നമ്മൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വിളിക്കത്തില്ല. ഇതാ ഒരു ഔട്ട്പുട്ടും വന്നില്ല. ഇവിടെ ജസ്റ്റ് ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ പാരാന്തസിസ് ഇത് കോൾ ആവുന്നു. അതുകൊണ്ടാണ് ഈ രണ്ട് കൺസ്ട്രക്ടേഴ്സിനെയും കോൾ ചെയ്തത്. ഇവിടെ എക്സ്റ്റൻസ് കീവേഡ് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ വെഹിക്കിളിൻ്റെ കൺസ്ട്രക്ടർ ലോഡ് ആവത്തില്ലായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ കൺസ്ട്രക്ടർ. നമ്മൾ മൂന്നാമത്തെ കേസും പറഞ്ഞു. ഇതാ ഇപ്പോൾ ആദ്യത്തെ ഇൻസ്റ്റൻസ് വേരിയബിളിനെ റെഫർ ചെയ്യുന്നത് പറഞ്ഞു, പാരന്റ് ക്ലാസ് മെത്തേഡിനെ പറഞ്ഞു, അടുത്ത പാരന്റ് ക്ലാസ് കൺസ്ട്രക്ടറും പറഞ്ഞു. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കോൾ ആവുന്നതുകൊണ്ട് സൂപ്പർ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും സെയിം എഫക്റ്റാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സൂപ്പർ നിങ്ങൾ കട്ട് ചെയ്ത് ഇതിൻ്റെ അടിയിലിടുക എന്ന് വിചാരിക്കുക, അപ്പോൾ അതൊരു എറർ കാണിക്കും. കാരണം എന്താണ്, അതിനെ ആദ്യമാണ് വിളിക്കേണ്ടത്. മനസ്സിലായോ? ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും സിസ് ഔട്ടിൻ്റെ താഴെ എഴുതിയാലും മേളിൽ എഴുതിയാലും എന്താ വ്യത്യാസം എന്ന്. പക്ഷേ അങ്ങനല്ല, സൂപ്പർ കീവേഡ് ആദ്യമാണ് കോൾ ചെയ്യേണ്ടത്. ഇത് ചൈൽഡ് ക്ലാസ്സിലല്ലാതെ വേറെ എവിടെ എഴുതിയാലും എറർ കാണിക്കും. സൂപ്പറിന് അങ്ങനെ കുറച്ച് റൂളൊക്കെ ഉണ്ട്. ഇത്രയേ ഉള്ളൂ സൂപ്പർ കീവേഡ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.